തിരുവഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 20ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 4ാമത്തെ തിരുവഴുത്ത്. സങ്കീർത്തനം 20:4. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. മതി. നമുക്ക് ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹത്വാനും പരിശുദ്ധനും ഭാഗമായി ഈ നല്ല സംഗീത സമയത്തിനായി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കുന്നു. സന്നിധി ബോധം നൽകുവാൻ ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുക. തിരുവചനം ധ്യാനിപ്പാൻ ഇന്ന് രാത്രിയിൽ വിശേഷ കൃപ ഞങ്ങൾ നൽകണമേ. അവിടുത്തെ ജനത്തെ കടാക്ഷിക്കണം. വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നിൻമുഖകാന്തിയൻ നീക്കും നിൻമുഖകാന്തിയൻ നീക്കും നിന്മധുരാമൃതവചനം കിന്നതയാകെ പോകും. നിന്മധുരാമൃതവചനം കിന്നതയാകെ പോകും. മഹിമയേറും പരമേശ പാവിമാവേശു മഹേശ. മഹിമയേറും പരമേശ പാവിമാവേശു മഹേശ. കാർമുകിൽ ആയി വരും നേരം, കാർമുകിൽ ആയി വരും നേരം കാണുവതോ നിയമത്തിൻ വീരവും നായതിൽ നീരുമൻ പാരം. കാണുവതോ നിയമത്തിൻ വീരവും മഹിമയേറും പരമേശ പാവിമാവേശു മഹേശ. മഹിമയേറും പരമേശ പാവിമാവേശു മഹേശ. ക്രൂശിലരക്തമേ ജീവനാധാരം, ക്രൂശിലരക്തമേ ജീവനാധാരം. നാശലോകം വെടിഞ്ഞോടാം ആശയോടെ യേശുവേ നേടാം. നാശലോകം വെടിഞ്ഞോടാം ആശയോടെ യേശുവേ നേടാം. മഹിമയേറും പരമേശ പാവിമാവേശു മഹേശ. മഹിമയേറും പരമേശ പാവിമാവേശു മഹേശ. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം. അനുഗ്രഹപ്രദമായ ഈ സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും വിശേഷിച്ച് കർത്താവിന്റെ വലിയൊരു ദാസനാണ് ബഹുമാനപ്പെട്ട ജെയിംസ് പാസ്റ്റർ. പ്രാർത്ഥനയിൽ സഹായിച്ച മാന്യ കർത്തൃദാസനാണ് വിശേഷിച്ച് പ്രിയ മോനി പാസ്റ്റർ. അതുപോലെ തന്നെ മറ്റ് ബഹുമാന്യരായ പ്രിയപ്പെട്ടവര്. ജെയിംസ് പാസ്റ്റർ ഒപ്പിച്ചതുപോലെ ഞാൻ പാർക്കുന്നത് പ്രിയ പാസ്റ്ററിന്റെ ഭവനത്തിലാണ്. മാന്യ കുടുംബം, പരിചിതരായ പലരും ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദിച്ചു. മറ്റ് മുഖവരകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് വളരെ ശാന്തമായിട്ട് ലളിതമായിട്ട് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ് വായിച്ചത്. 20ാം സങ്കീർത്തനം അതിന്റെ 4ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച സഹായം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം
അവൻ നിനക്ക് നൽകട്ടെ. മതി. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. എല്ലാവർക്കും വളരെ പരിമിതമായ തിരുവെടുത്തം. ഇന്ന് രാത്രിയിലും അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രിയിലും ക്രമീകരിച്ച യോഗത്തിൽ സംബന്ധിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും ദൈവം തരുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലെ കൺവെൻഷനും മറ്റ് ശുശ്രൂഷകൾക്കായിട്ട് ക്ഷണിച്ചു. അതുകൊണ്ട് ഈ പ്രാവശ്യം വരുവാൻ ഇടയായി. ഇവിടെ പൊതുവിൽ ഓർമ്മിച്ച് അറിവുള്ളതുപോലെ ആദ്യം യാത്ര ചെയ്തപ്പോൾ അല്പം തടസ്സം നേരിട്ടു. എങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായി. ദൈവത്തിൻ്റെ കൃപയാൽ ആ നിശ്ചയിച്ച കൺവെൻഷനൊക്കെ മാറ്റിവെച്ചെങ്കിൽ വീണ്ടും അത് ക്രമീകരിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് വരുവാനിടയായതിൽ ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ കൺവെൻഷന് നാട്ടിലെ കൺവെൻഷനുമായിട്ട് വ്യത്യാസമുണ്ട്. നാട്ടിലെ കൺവെൻഷൻ ഞാൻ ചെല്ലുന്ന സമയത്ത് ബന്ധുക്കോസുകാരെക്കാരും കൂടുതൽ സമുദായക്കാർ വരും. മാർത്തോമ, CSI, അതുപോലെ ഹൈന്ദവ സ്നേഹിതന്മാർ. മിക്കയിടങ്ങളിലും എന്നെ വിളിക്കരുതെന്ന് ബന്ധുക്കോസിലെ പാസ്റ്റർമാരും വിശ്വാസികളും പറയുമ്പോൾ ഹിന്ദുക്കളും മറ്റ് സമുദായത്തിലും പറയും പുള്ളിയെ വിളിക്കാതെ ഞങ്ങളോട് വരാൻ പറയും. അങ്ങനെ ഗതികെട്ട് ബന്ധുക്കോസുകാരെ പലരും, എല്ലാവരും അല്ല, പലരും പറയും വിളിക്കേണ്ട, ക്ഷണിക്കേണ്ട എന്നൊക്കെ കമ്മിറ്റിക്കാർ പറയും. അപ്പൊ അങ്ങനെ വിളിക്കാതെ ഞങ്ങളും കൂടെ വരാം. അപ്പൊ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് വിളിക്കാറുണ്ട്. പല യോഗത്തിന് ചെല്ലുമ്പോഴും ചന്ദനക്കുറിയൊക്കെ തൊട്ടാൽ ധാരാളം പേര് വന്നിരിക്കും. മുസ്ലിം സഹോദരന്മാരുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് സുവിശേഷം പറയുവാനും ദൈവം. പിന്നെ നമ്മുടെ ഇടയിൽ ഇനി അധികം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നും ഇല്ലാതില്ലെങ്കിലും താല്പര്യമുള്ള ദൈവമക്കളുണ്ട്. ഇന്ന് രാത്രി ഇത്രയും പേര് വന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്നെയുമല്ല, എനിക്ക് വലിയ സന്തോഷം. നാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതര മതസ്ഥരായ ധാരാളം ആൾക്കാർ വരും. വന്ന് കൈ തരികയും ഞങ്ങൾ എന്നും കേൾക്കുമെന്ന് പറയും. അപ്പം നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ ഏറിയ നാൾ കഴിഞ്ഞ് തന്നെയുമല്ല, മറ്റുള്ളവരിത് കേൾക്കുന്നത് നമുക്ക് സന്തോഷം. നമ്മുടെ ആൾക്കാർ കേട്ടേച്ച് മാർക്കിട്ടേച്ച് പോവുക. ഇതിലും നല്ലത് മറ്റേതായിരുന്നു, മറ്റേതിലും നല്ലത് ഇതാണ്. തലേ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന പുള്ളി പോയിന്റ് നന്നായിട്ട് പറഞ്ഞു. ഈ പുള്ളി പോയിന്റ് അധികം പറഞ്ഞില്ല. നല്ല സകല പോയിന്റും പഠിച്ചാൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പം എനിക്ക് സന്തോഷം, മറ്റുള്ളവരിത് കേൾക്കും. ധാരാളം അനുഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ തിരുവല്ലയിൽ ഒരു ചെറിയ സഭയുണ്ട്. വിശ്വാസം വന്നിട്ടുണ്ട്, ഉപ്പനാട്ടാച്ചാൻ വന്നിട്ടുണ്ട്. ഇനി നാട്ടിൽ വരുമ്പോൾ നിങ്ങളും വരണമെന്ന് ക്ഷണിക്കുക. അപ്പോൾ അവിടെ കൂട്ടായ്മയിൽ ലൈവ് ചെയ്യാറുണ്ട്. അപ്പം അത് മറ്റുള്ള അനേകർ കേൾക്കും. എന്നെ അനേകർ വിളിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ രക്ഷിക്കപ്പെട്ടു. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. ചിലരവിടെ വന്ന് സ്നാനപ്പെട്ടു. ചിലര് സ്നാനപ്പെടാനായിട്ട് എന്നെ ക്ഷണിച്ച് അവിടെ പോയി സ്നാനപ്പെടുത്തി. അത് പെന്തിക്കോസിലുള്ളവരല്ല, മറ്റുള്ളവർ. അപ്പൊ അതൊക്കെ വളരെ അനുഗ്രഹമാണ്. ഒരു വ്യക്തിയെങ്കിലും ദൈവകൃപയില് വരുന്നത് വലിയ സന്തോഷം. ഒരിക്കൽ ഞാൻ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു വണ്ടി നിർത്തി. ഒരു കാപ്പി കുടിക്കാനായിട്ട് ഞങ്ങൾ റോഡ് സൈഡിൽ. അപ്പം വേറൊരു വണ്ടി വന്ന് നിർത്തി. ലൈവ് ഉള്ളതുകൊണ്ട് ഇതൊന്നും പറയാൻ നോക്കില്ല. എന്നാലും പിന്നെ കൊടുക്കുകയല്ലേ, അതിനായി ലൈവ്. ഉള്ളതാണ്. അപ്പം വണ്ടി നിർത്തി ഞാൻ ഒരു കാപ്പ് കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഒരാൾ വന്ന് വളരെ ബഹുമാനത്തോടെ കൈ കൂപ്പി. അപ്പം കളപ്പക്കുറി ചെന്നുകൊണ്ട് ഒക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഇനിയാണ് ഞാൻ പറഞ്ഞത് കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പിള്ളേരുമുണ്ട്. അപ്പം എല്ലാ ദിവസവും
ഒരു പ്രസംഗം കേട്ടാച്ച. അപ്പം ഞാൻ പൊടി രസത്തിൽ പറഞ്ഞു ഗുളിക കഴിയുമ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞു എന്നും കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം മറ്റൊരു വ്യക്തി യേശുവിനെ കേൾക്കുന്നെങ്കിൽ, യേശുവിനെ അറിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കും. തിരൂരിലെ അഞ്ചാന് അതുപോലെ തന്നെ ജാതകയിൽ കണ്ടു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനുമായിട്ട് വളരെ അടുപ്പമായി എടുത്ത് പറയണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്നലെ സന്ധ്യയിൽ ലളിതമായ ഒരു ചിന്ത എല്ലാവർക്കും അറിവുള്ള ഭാഗ്യമായി 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകണം. ഇന്ന് രാത്രി ഇവിടെ മൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹമില്ലാത്ത ആരും ഇന്ന് രാത്രി ഇവിടെയില്ല. എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ആഗ്രഹങ്ങളെയെല്ലാം നിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എല്ലാ ആഗ്രഹങ്ങളുമല്ല, നല്ല ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ് വായിച്ചത്. ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. നാട്ടിലൊക്കെ പുതിയ ഉപദേശക്കാര് എല്ലാം പുതിയ ഉപദേശങ്ങളാണ്. ഉപദേശക്കാര് പറഞ്ഞ സങ്കീർത്തനം ഒന്ന് പ്രസംഗിക്കരുതെന്ന്, വായിക്കരുത്, പ്രസംഗിക്കരുത്. നമ്മുടെ ഒരു ശ്രേഷ്ഠനായ ദൈവദാസന് ഒരു സഭയിൽ ചെന്നപ്പോൾ അവിടുത്തെ കാശും ചുറ്റുപാടുമുള്ള രച്ചായനും പാസ്റ്റർ കൂടെ അങ്ങനെ ആണല്ലോ എനിക്കെടുത്ത് ഇരിക്കുന്നത്. ചില പിടിപ്പും ഒക്കെ ഉള്ള പുള്ളി പാസ്റ്റർ കൂടായിരിക്കും ഇരിക്കുന്നത്. കുടിരിക്കല്ല പുള്ളി പറയാൻ പറ്റാ സഭ നിങ്ങൾ വേണ്ടുന്നില്ല, അങ്ങനെ പോകുന്നത് മിക്കടുത്തും അങ്ങനെ. അപ്പൊ ഇതേപോലെ അവിടേക്ക് പോകണ്ട. അപ്പൊ ഈ ഗസ്റ്റായിട്ട് ചെന്ന ദൈവദാസൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഈ സഭയിലെ മെയിൻ അച്ചായനെ ചോദിച്ചു എന്തോ പ്രസംഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ ലോക്യമായിട്ട് ഞാൻ പറഞ്ഞാലും മുൻമാറ്റി പാസ്റ്റർക്ക് അറിയാം, ഞാൻ ലോകം കഴിഞ്ഞ് പറയാം. അപ്പൊ രണ്ടുപേരെ അറിയാം. ചോദിച്ച പുള്ളിയെ പറഞ്ഞ പുള്ളിയെ അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബന്ധമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പറയാം. അപ്പോൾ ചോദിച്ചു പറഞ്ഞു ഇന്ന് ഞാൻ സങ്കീർത്തനത്തിൽ നാം പ്രസംഗിക്കുന്നു. അപ്പൊ ഈ സഭയിൽ ഞാൻ പറഞ്ഞു സങ്കീർത്തനം ഒന്നും ഇവിടെ പറയണ്ട. അപ്പൊ ചോദിച്ചാൽ അത് കൂടുതൽ ദാവീദ് പാപം ചെയ്ത കാര്യമില്ല, ദാവീദിന്റെ കാര്യമാവുന്നു ഇവിടെ പറയണ്ട. അപ്പൊ ഈ ചെന്ന പുള്ളി ചോദിച്ചു പിന്നെ എന്തുവാ ഇവിടെ പറയണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ സുവിശേഷം പറഞ്ഞാൽ മതി. ഇവിടെ സുവിശേഷം. ഈ കടുവായെ പിടിച്ച് കിടുവായ എന്ന് പറഞ്ഞ പോലെ ചെന്ന പുള്ളിയും വിടുക്കന. പുള്ളി അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു ആട്ടെ സുവിശേഷം പറയാം. ഒരു കാര്യം, സുവിശേഷം എന്നാൽ എന്താ? സുവിശേഷം എന്നാൽ എന്താ? അല്ല നിങ്ങൾ പറഞ്ഞു ഉറക്കെ പറഞ്ഞു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്. അപ്പൊ തുടക്കം എങ്ങനെ? ഇത് പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേപ്പോഴും പറഞ്ഞു പറഞ്ഞോളാം പറഞ്ഞു. ഞാൻ ഈ വേദപുസ്തകം മുഴുവൻ വായിച്ചു. നിങ്ങളും വായിച്ചതല്ല. ഏതാണ്ട് 1040 പ്രാവശ്യം ദാവീദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകത്തിൽ. 1040 പ്രാവശ്യം ഞാൻ എണ്ണിയപ്പം. ഇനി നിങ്ങൾ എണ്ണിയാൽ കുറച്ചുകൂടെ കൂടും, കുറയത്തില്ല, കൂടും. അപ്പോൾ 1040 പ്രാവശ്യം ദാവീദ് എന്ന പേര് വേദപുസ്തകത്തിലുണ്ട്. കൊള്ളുകയില്ലാത്ത ആളുടെ പേരെത്രോ പറയുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് കൂടെ കൊണ്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിൽ പുതിയ നിയമത്തിൽ ഏതാണ്ട് 127 പ്രാവശ്യം ദാവീദിന്റെ പേരുണ്ട്. പുതിയ നിയമത്തിൽ മാത്രം 127. നിങ്ങളെ പഠിപ്പിക്കുമൊന്നും വേണ്ട, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ പേര് പറഞ്ഞോണ്ടാണ്. മത്തായി 1:1 റോസമാമ എഴുതി വായിച്ചു. ഒന്നുകൂടെ വായിച്ചു റോസമാമ. എടുക്കുന്നവർ പെട്ടെന്ന് ഭയങ്കര റോസമാമ എടുത്തിട്ട് വായിച്ചു. മത്തായി 1:1 അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ
മതി. അപ്പോൾ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ പേര് പറഞ്ഞ അല്ല. പുതിയ നിയമം നമുക്കറിയാം, 27 പുസ്തകം, ഒടുവിലത്തത് വെളിപ്പാട് പുസ്തകമാണ്, 22 അധ്യായം. ആ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നതും ദാവീദിന്റെ പേര് പരാമർശിച്ചാണ്. 22-ന് 16 വായിച്ചു, 14 വെളിപ്പാട് 22-14. ആ 16 വായിച്ചു. 16 യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേര് മതി. അപ്പൊ ശ്രദ്ധിച്ചേ, അദ്ദേഹം പറഞ്ഞ ദാവീദിന്റെ പേര് ഇവിടെ ഉണ്ടായിരുന്നു. 1040 പ്രാവശ്യം ദാവീദിന്റെ പേര് ബൈബിളിലുണ്ട്. അതിൽ പുതിയ നിയമത്തിൽ 127 പ്രാവശ്യമുണ്ട്. അതിൽ പുതിയ നിയമം ആരംഭിക്കുന്നത് ദാവീദിന്റെ പേര് പറഞ്ഞ, പുതിയ നിയമം അവസാനിക്കുന്നതും ദാവീദിന്റെ പേര് പറഞ്ഞു. പത്രോസ് ഒരു സൂചന കൊടുക്കുന്നുണ്ട്. 3:15 വായിച്ചു. പത്രോസിന്റെ 2-ാം ലേഖനം 3:15. ഇത് ഇങ്ങോട്ട് നീക്കി വെക്കുകയാണെന്നായിരിക്കും നല്ലത്. ഞാൻ വിളിക്കുന്നു. പത്രോസ് പറഞ്ഞൊരു പരാമർശമുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനാകുന്ന പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നു. ചില ആൾക്കാര് ഈ വചനത്തെ കോട്ടിക്കളഞ്ഞു അവരുടെ ഇഷ്ടത്തിന്. അപ്പോൾ ദാവീദ് എന്ന വ്യക്തി വേദപുസ്തകത്തിലെ പ്രധാന ഒരു വ്യക്തിയാണ്. അപ്പൊ സങ്കീർത്തനത്തിൽ സിംഹഭാഗവും ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഇനി ആസന്റെ ഭാവിയിൽ നമ്മുടെ കർത്താവ് ഇരുന്ന് ഭരിക്കാൻ പോകുന്നത് ദാവീദിന്റെ സിംഹാസനം. യെശയ്യാവ് 11-ാം അധ്യായത്തിൽ ദാവീദിന്റെ കുറ്റിയിൽ നിന്ന്. ഇതെല്ലാം ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമുക്ക് ഭാഗം വിട്ടേക്കാം. ഏതായാലും സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പുതിയ ഉപദേശക്കാർ പറഞ്ഞ സങ്കീർത്തനം വായിക്കരുത്, സങ്കീർത്തനം വേണ്ട. ഒരാൾ പറഞ്ഞ് കീറി കളയാൻ പറഞ്ഞു, ഒരാൾ പറഞ്ഞ് കുത്തിക്കെട്ടിയത് ആരാത്. ഏതാ പഴയ നിയമം പുതിയ നിയമം കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളും ഉപദേശക്കാരുമുണ്ട്. എന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എമ്മൗസിൽ പോയി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരാളുടെ പേര് ക്ലയോപ്പാകുന്നു. അവർ തർക്കിച്ചും വാദിച്ചും പോയപ്പോൾ നിങ്ങൾക്കറിയാം, ഇവര് തർക്കവും മാറും. യേശുദാനും കൂടെ നടന്നു. അവിടെ കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഇങ്ങനെ എഴുതിക്കുന്നേ എന്നെ കുറിച്ച് യേശു പറഞ്ഞ ആ 24:44 എന്ന് വായിച്ചു. 24:44 ലൂക്കോസ്. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. ഇതാകുന്നു ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞ വാക്ക്. അടുത്തത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് യേശു നേരിട്ട് പറഞ്ഞതാ എന്നെ കുറിച്ച്. അപ്പോൾ കർത്താവ് പറയാ സങ്കീർത്തനത്തിൽ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്നാലും പുതിയ ആൾക്കാർ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെ, നമുക്ക് ഭാഗം ഒന്ന് വിട്ടേക്കാം. നിങ്ങൾ എന്നേക്കാൾ അറിവുള്ളവരാ, അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. യേശു കർത്താവ് നേരിട്ട് പറഞ്ഞു സങ്കീർത്തനത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സങ്കീർത്തനമെല്ലാം പഠിച്ച് ചില സങ്കീർത്തനം യേശുവിനെ പറ്റി തന്നെ മൈശിക സങ്കീർത്തനമാണ് നമ്മളതിന് വിളിക്കുന്നത്. 2-ാം സങ്കീർത്തനം 12. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ യേശു കർത്താവിനെ പറ്റിയ. 22-ാം സങ്കീർത്തനത്തിന്റെ 11 മുതൽ 23 വരെയുള്ള തിരുവെടുത്തുകൾ കഷ്ടാനുഭവങ്ങളുടെ നീണ്ട പട്ടികയാ. കഷ്ടപ്പെടുത്തിരിക്കാൻ എന്നെ വിട്ട് അകന്നിരിക്കരുത്, സഹായിപ്പാനിരിക്കാൻ അനേകം കാലങ്ങൾ എന്ന് പറഞ്ഞു. ഭാഷാൻ കുറ്റമാർ മോക്ഷികളുടെ അകത്ത് സിംഹം പോലെ തന്നെ വളർന്നിരിക്കുന്ന ആ ഭാഗമെല്ലാം യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന ഭാഗങ്ങളാണ്. മാത്രമല്ല 40-ാം സങ്കീർത്തനം ഇതാ പുസ്തകച്ചുള്ളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നത്. ദൈവമേ നിന്നെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ. അപ്പൊ സങ്കീർത്തനത്തിലെല്ലാം നമ്മുടെ കർത്താവിനെ പറ്റിയാണ്. സങ്കീർത്തനത്തിൽ മാത്രമാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിപ്രഭാവം നസറേയനാകുന്ന യേശുവാണ്. നമുക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് തൊടുന്നില്ല. നമ്മളെടുത്തത് 20-ാം സങ്കീർത്തനം 4-ാം വാക്യം. വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് 20:4. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകണം. ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്ന ഒരു ദൈവം.
ഈ വൈദ്യവേളയിൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഓർപ്പിച്ചാൽ എല്ലാവർക്കും ഹൃദയത്തിൽ ഓരോ ആഗ്രഹങ്ങളും ഒന്നല്ല പലതും. കുടുംബത്തിന്റെ വിഷയമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിലും ശുശ്രൂഷയുടെ കാര്യമാണെങ്കിലും ഭാവി സംബന്ധമായ കാര്യമാണെങ്കിലും എല്ലാവർക്കും ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ, വിശേഷിച്ച് നല്ല ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. ഈ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ഇതിന്റെ രണ്ട് ഭാഗമുണ്ട്. ഏത് കാര്യത്തിന് രണ്ട് വശമുണ്ടല്ലോ, ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ രണ്ട് വശം. ആ രണ്ട് വശം ഇങ്ങനെ ചിന്തിക്കണം. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരുമുണ്ട്, ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരുമുണ്ട്. രണ്ട് കൂട്ടരെ പറ്റി വേറെ പുസ്തകത്തിലുണ്ട്. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരും ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരും. അപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരെ പറ്റി നമുക്ക് ചിന്തിക്കണം. അപ്പൊ അത് ആദ്യം ചിന്തിച്ചിട്ട് ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരെ പറ്റി ചിന്തിച്ചാൽ യോഗത്തിനൊരു സുഖം വരിക. ആദ്യം ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരെ പറ്റി ചിന്തിച്ച് പിന്നെ യോഗം തീരുന്ന സമയത്ത് നടക്കാതെ പോയാൽ പിന്നെ അത് ചിന്തിച്ചോണ്ട് പോകും. അപ്പൊ ആദ്യം നമുക്ക് ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരെ പറ്റി ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് ഹൃദയത്തിലെ ആഗ്രഹം നടന്നവരെ പറ്റി ചിന്തിക്കാം. അപ്പൊ ഇന്ന് അത് പറഞ്ഞു തീരുന്നില്ലെങ്കിൽ ദൈവം അനുവദിച്ചാൽ നാളെ ആയിരിക്കും ബാക്കി. നാളെ വരുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ടത് ചിന്തിക്കാം. ഹൃദയത്തിലെ ആഗ്രഹം ആദ്യം നടക്കാതെ പോയ പലരുണ്ട് വേറെ പുസ്തകത്തിൽ. ഞാനൊരു 12 പേരെ നോട്ട് ചെയ്തിട്ടുണ്ട്. നടന്നത് ഒരു 10 പേരെ പറ്റിയുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുക. നേരം പോയത് താനിതെല്ലാം പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് ഞങ്ങളെ വിടുവോളൂ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. വ്യത്യാസം 9 നിർത്താം. 9 മതി. നാളെ സഹായമുണ്ട് തന്നെ. അപ്പൊ ഇന്ന് 9. ബാക്കി നാളെ ഇച്ചിരി നേരത്തെ ഞാൻ വരാം. ഇന്നിപ്പം വന്നതിൻ്റെ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും കുഴപ്പമില്ല. നിങ്ങളെ കണ്ടപ്പോൾ പിന്നെ ക്ഷീണം കൂടുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയ ചിലരുണ്ട്. അത് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക് പുതിയ കാര്യം വന്നതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമായി പറയാം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇതൊക്കെയാണ് എനിക്കിതിനകത്ത് പറയാനേ അറിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് അറിയാതെ എനിക്കും അറിയാവുള്ളൂ. തന്നെയല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് വലിയ കാര്യം പുള്ളി എന്നാ ആർക്കും പിടി കിട്ടില്ല. അങ്ങനെയാണ് എന്നെ പുള്ളി പറഞ്ഞു. ഇതിനകത്തുള്ള കാര്യമൊക്കെയാ പുള്ളി നല്ലത്. വലിയ ആരോഗ്യമില്ലാതെ പോകാം. അതുകൊണ്ടാണ്. അപ്പോ ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവർ ഇത് സജിതട്ടെ പെട്ടെന്ന് ആദ്യം പിടി കിട്ടിയില്ല. അപ്പോ ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയത് അതിന് ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണം ഒന്ന് ബിലയാമ്. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയതിന് പ്രഥമ വ്യക്തി ബിലയാമ്. ബിലയാമിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നല്ലതായിരുന്നു, പക്ഷെ നടന്നില്ല. എന്തുവാ വായിച്ചേ? 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 23:10. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ ബിലയാമിന്റെ പുസ്തകം ഒന്നുമില്ല. പുസ്തകം തപ്പി വശം കടരുത്. ജോലി തപ്പുന്നു. ബിലയാമിന്റെ പുസ്തകം ഇന്ന് വരെ കണ്ട് പുസ്തകം കണ്ടിട്ടില്ലല്ലോ. അതിവിടെ അല്ലെങ്കിൽ ഇത് സംഖ്യാപുസ്തകം കണ്ടു. അല്ല ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതും കൂടെ ചെല്ലുന്ന മറിഞ്ഞ് നോക്കിയിട്ടൊന്നും ബിലയാമിന്റെ പുസ്തകം. അപ്പൊ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. വായിച്ചേ. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ. അടുത്ത പദം. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹം. ബിലയാമിന്റെ ആഗ്രഹം ഭക്തന്മാർ മരിക്കുന്നത് പോലെ. നമുക്കെല്ലാം അങ്ങനെ ആഗ്രഹമാണ്. എല്ലാ ദൈവദാസന്മാരും പറയുന്ന ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. എൻ്റെ വല്ല കടമെടുക്കുക. ഒന്നുകൂടെ ആവർത്തിക്കുക. സമയമായില്ല മാമേ. വായിച്ചെന്നോ? ജാൻചാൻ്റെ വായിച്ചെന്നോ? ഞാൻ കണ്ടു വായിച്ചെന്നോ? അപ്പം നല്ല ആഗ്രഹം ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണം. അപ്പം ദൈവദാസന്മാരൊക്കെ പറയുന്നത് ഞാൻ കടമെടുത്തുകൂടെ പറയാം. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഭക്തന്മാർ ജീവിക്കുന്നത് പോലെ
ജീവിക്കുന്ന കാലത്തെല്ലാം കൊന്തറാക്കൊള്ളി ഒപ്പിച്ച് ചങ്ങയേറ്റം പറ്റുമ്പോൾ മരുകൂടൊക്കെ എടുക്കുന്നത് നല്ല അന്ത്യം അങ്ങനൊന്നും കിട്ടുകയല്ല. ഇതങ്ങനെ കിട്ടുന്നതല്ല. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആരുമില്ല. ഏറെക്കുറെ എങ്കിലും ഒരു ഭക്തൻ ജീവിക്കും പോലെ ജീവിക്കണം. കുറയില്ല. ബലിയാടിന്റെ ആഗ്രഹം നല്ലതാ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാനൊന്ന് മരിക്കണം. നിങ്ങൾക്കറിയാം, ആഗ്രഹം നല്ലതാണെങ്കിലും മരിച്ചത് അങ്ങനല്ല. എങ്ങനെയാ മരിച്ചത്? രണ്ട് വാക്യം വായിക്കണം. എല്ലാ അറിവുള്ള വാക്യമാണ്. സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യവും യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യവും. നിഗതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ എന്നീ 5 രാജാക്കന്മാരെയും 5 രാജാക്കന്മാരെയും അടുത്ത പറഞ്ഞു. ബെയോരിന്റെ മകനായ ബിലെയാമിനെയും മകനാകുന്ന ബിലെയാമിനെയും വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഇനി യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവഴുത്തൂടെ വായിക്കാം. ഇതിനോട് ചേർത്ത് ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാളുകൊണ്ട് കൊന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സംഖ്യാപുസ്തകം 23-10 അദ്ദേഹം പ്രാർത്ഥിച്ചു. ആഗ്രഹം ഇതാ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണം. പക്ഷെ ആഗ്രഹം നടന്നില്ല. ശത്രുക്കൾ ഇവനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ആഗ്രഹം നല്ല ആഗ്രഹമാണ്, നടന്നില്ല. സങ്കീർത്തനം 24 നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നൽകട്ടെന്ന. പക്ഷെ ഇവിടെ നടന്നില്ല. ആഗ്രഹം സാധിക്കാറില്ല. നമുക്കറിയാം, വേറെ പുസ്തകം പഠിക്കുമ്പോൾ ഭക്തന്മാരും മരിച്ചതിനെ പറ്റി പുസ്തകത്തിലുണ്ട്. നല്ല മരണം. ഈ ദാവീദിന്റെ കാര്യം തന്നെ എടുത്തേ, ഒരു നല്ല മരണമായിരുന്നു. എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല. 1-2 വാക്യം അല്ലെ റോസമാമ ഉള്ളതുകൊണ്ട് വലിയ ആശ്വാസമായിരുന്നു. ദൈവത്തിന്റെ മഹത്വം. നാളെ ഈ ഭക്തന്മാര് ദാവീദിന്റെ മരണം നല്ല മരണമാണ്. എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. തെളിവിന്റെ 2-3 വാക്യം. ആ മരണസമയം എങ്ങനെ ആയിരുന്നു? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ മൊത്തം വായിക്കരുത്, ആദ്യത്തെ 1-2 പദങ്ങൾ. അല്ലല്ല, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ മതി. അപ്പോ 2 പദമാണ്. ദാവീദ് രാജാവ് വയസ്സ് എന്ന് വൃദ്ധനാക്കി. വയസ്സില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന അങ്ങേയറ്റം പറ്റി വടിയും കുത്തി പോവുക എന്നല്ല. 60 കഴിഞ്ഞാൽ വയസ്സിന്റെ പട്ടിക 60. ഇത് മുഴുവൻ പരുവകേടാണ്. പൗലോസ് ലേഖനത്തിൽ കൊടുത്തത് വയസ്സനായ എനിക്കെന്നാ. അപ്പം പൗലോസ് അപ്പൊ അതിനെപ്പറ്റി വേദപഠിതാക്കൾ കണക്കുമൊക്കെ പറഞ്ഞ് എന്നാലും 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ 60 വയസ്സുള്ള താൻ തന്നെ സംബോധന ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കണം, 60 കഴിഞ്ഞ വയസ്സനായി. നമ്മൾ പിന്നെ കറപ്പിച്ച് അഡ്ജസ്റ്റും ഒക്കെ ചെയ്തിങ്ങനെ ഇരിക്കുക. അത് ഇപ്പം മാറ്റണ്ട, അങ്ങനെ ഇരിക്കും. എന്നാലും 60 കഴിഞ്ഞ വയസ്സന്മാരുടെ പട്ടിക. അപ്പൊ ദാവീദിനെ പറ്റി വായിക്കുക. ഈ ഭക്തൻ മരിക്കുന്നതാണ്. ദാവീദ് വയസ്സ് എന്ന് വൃദ്ധൻ. അപ്പോൾ പ്രായമായി ചിലത് പ്രായമായെന്ന് അംഗീകരിക്കുകയല്ല. അല്ല, അങ്ങനത്തെ മനസ്സ് നല്ലതാണെന്നാണ് പറയുന്നത്. വയസ്സിൽ വൃദ്ധനായി. എല്ലാ വാക്യവും പഠിപ്പിക്കുന്നില്ല. ഇനി രാജാക്കന്മാരുടെ ആ 1-ാം പുസ്തകം തന്നെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മരണകാലം അടുത്തു വന്നു. മതി, എല്ലാം വായിക്കണ്ട. അപ്പൊ 1-ാം അധ്യായത്തിൽ വയസ്സ് എന്ന് വൃദ്ധനായി. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദാവീദിന് മരണകാലം അടുത്തു വന്നു. ഈ മരണസമയമൊക്കെ അടുത്ത് വരുമ്പം നമുക്കറിയാം. കൃത്യം ഡേറ്റും ടൈമും ഒന്നും എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും എൻ്റെ ഭാഷ കേട്ടോ, മരണത്തിൻ്റെ മണമടിക്കും. ഒരു ചെറിയ മണമടിക്കും. നാട്ടിൽ ഇവിടുത്തെ ഒക്കത്തില്ല. നാട്ടിലെ രീതി വെച്ച് പറയാം. അങ്ങേ വീട്ടില് എന്തെങ്കിലും അടുക്കള പാചകം ചെയ്യുമ്പോൾ ഇങ്ങേ വീട്ടില്
നമുക്കറിയാം ഇന്നതാ അവിടെ എന്ന് പറയുന്ന പോലെ മരണത്തിന്റെ മണമടിക്കും. മണം മാത്രമാവുന്നു, ലക്ഷണമുണ്ട്. സഭാപ്രസംഗി മാത്രമുണ്ട്. വായിക്കണ്ടറിയ ബദാം വൃക്ഷം അത് മണമടിക്കുന്നതിന്റെ ലക്ഷണമാണ്. നമ്മളിപ്പോൾ അതെല്ലാം പൂക്കാത്തതൊന്നും അറിയത്തില്ല. എന്നാൽ 1-2 മാസം കൂടി ഇത് മുഖ്യമായി അറിയാം. ലക്ഷണമാണ്. കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതിയുള്ളതായിട്ട് തോന്നും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയ ഒറ്റക്കടിക്ക് അരിയുണ്ട പൊട്ടിച്ച് ആൾക്കാരൊക്കെ ആയിരിക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ പറയും മിക്സിക്കകത്തൊന്ന് അടിച്ച്. അപ്പൊ ഇതെല്ലാം അതിന്റെ ലക്ഷണങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഈ മരണകാലം അടുത്തു വരും. നമുക്കറിയാം മരണകാലം അടുത്തുണ്ടോ. ചിലരെ കടന്നു പോകുമ്പോൾ അതിലെ പുള്ളിക്ക് അറിയാമായിരുന്നു പോകും. അതാ പുള്ളിയുടെ ഓരോ കാര്യവും അങ്ങനെ. ഞങ്ങളുടെ ചെന്നത്തിൻ്റെ ഒരു പായിക്കാട്ട് ജോണിച്ചാനുണ്ടായിരുന്നു. ജോണിച്ചാൻ ഒരിക്കലും സഭായത്തില്ല, എല്ലാ സഭായത്തിനും ചെയ്യും, സംസാരിക്കത്തില്ല. സഭായം ഒരു സഭായത്തിന് എന്നപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, ഇന്നെനിക്ക് 10 മിനിറ്റ് തരണം. അപ്പൊ പതിവില്ലാതെ ജോണിച്ചാൻ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞെടുത്ത് 10 മിനിറ്റ് എടുക്കാൻ പറഞ്ഞു. ഭക്തനായ മനുഷ്യനാണ് പുള്ളി. 10 മിനിറ്റിൽ സംസാരിച്ചായി. അപ്പം പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ കൊണ്ട് പറഞ്ഞു, എൻ്റെ മരണസമയം എടുത്തു. പുള്ളി അങ്ങ് ആത്മാവ് പറഞ്ഞു, എനിക്ക് കുഴിയെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ മരിക്കാൻ പോവാം, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, സഭയ്ക്കകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകരുത്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ആത്മാക്കളെ നേടണം, സഭ വളരണം, ആത്മാക്കൾ വിടുവിക്കപ്പെടണം എന്നൊക്കെ എല്ലാം നന്നായിട്ട് പ്രസംഗിച്ചേച്ച് പുള്ളി എൻ്റെ സമയം എടുത്തു, നിങ്ങൾ പ്രാർത്ഥിച്ചോണം പറഞ്ഞേച്ച് കസേരയിലോട്ടിരുന്ന് മരിച്ചു. അല്ല മരണമാണ് സഭായത്തിൽ. എൻ്റെ കൂടെയുള്ളൊരു ശിവപാസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത കുറ്റൂർ. അവർ സുവിശേഷ വലിയ IPCയിലെ പാസ്റ്റാണ്. ഇപ്പം തൃശ്ശൂരിനടുത്ത്. അദ്ദേഹത്തെ കണ്ണൂരായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ കണ്ണൂരിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് 95 വയസ്സോളം അപ്പച്ചൻ, നല്ല ചൊറുചുറുക്കുള്ള അപ്പച്ചൻ. അപ്പോൾ അമ്മച്ചി ക്ഷീണിതയായിട്ട് കിടക്കുക. അപ്പച്ചൻ നല്ല ഉത്സാഹത്തോടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളി പോയി തിരിച്ചു വരുന്ന വെച്ചാൽ മൊബൈൽ കാണിച്ചു വരും എന്ന് ഞാൻ കേട്ടുവന്നു പ്രസംഗം. അങ്ങനെ അവരുടെ കൂടെ ശുശ്രൂഷയൊക്കെ ചെയ്ത് ഞാൻ പിറ്റേന്ന് പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ മരിച്ചു. എനിക്കൊന്ന് സങ്കടമായി പോയോ. നല്ല ഉത്സാഹത്തോടെ നടന്നു. അപ്പം ഞാൻ ചോദിച്ചെങ്ങനെ മരിച്ച സമയം. അപ്പോൾ പറഞ്ഞത് മക്കൾ 2 പേര് സുവിശേഷകരെ, 2 പിള്ളേര്. അപ്പോൾ തലേ ദിവസം അപ്പനും മക്കളും എല്ലാം കൂടെ വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പം അപ്പച്ചൻ മൂത്ത മോനോട് പറഞ്ഞു, മോനെ ഞാൻ മരിക്കാറായി, ഒരു പെട്ടിയെല്ലാം ശരിയാക്കണം, ചില കാശും കൈ വെച്ചോണം. എൻ്റെ പിള്ളേര് പറഞ്ഞ അപ്പച്ചൻ തമാശ പറയാൻ നല്ല കാര്യമാണ്. പ്രാർത്ഥിച്ച് രാത്രി വിശ്രമിച്ച് രാവിലെ എഴുന്നേറ്റ് നെടുകടികളെല്ലാം കഴിഞ്ഞ് രാവിലെ അപ്പനും മക്കളും കൂടെ ഇഡലി സമ്മതിയും കഴിക്കുക. വിഷുപാസങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ട് കൊടുത്തു. അപ്പം ഇഡലി കഴിച്ചുകൊണ്ടിരുന്നപ്പം മരുമകൾ വീണ്ടും വന്ന്, അപ്പച്ചൻ ഒരു ഇഡലിയും കൂടെ തരട്ടെ. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, മോളെ ഉച്ചയ്ക്ക് എനിക്ക് ഊണ് വേണ്ടെന്ന് പറഞ്ഞു. അതിനാ ഉച്ചയ്ക്ക് മേളില്ലാന്ന് പറഞ്ഞു. ഉടനെ മോള് പറഞ്ഞു, ചുമ്മാ ആവശ്യമില്ലാന്ന് പറയാം. അപ്പച്ചൻ എപ്പോഴും ഇങ്ങനെ ഇല്ല, മോനെ ഉച്ചയ്ക്ക് മേളിലാവും ഊണ്. അത് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മോൻ വെളിയിലോട്ട് പോയി. മോൾ അടുക്കള ഉച്ചയ്ക്ക് എല്ലാം റെഡിയാക്കുന്നത്. അപ്പച്ചൻ പോയി കൂടിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സും ഒക്കെ ധരിച്ചു കട്ടിലേ വന്നിരുന്നു പാടി പ്രാർത്ഥിച്ച് കട്ടിലോട്ട് കിടന്നു. 12:30 മുമ്പ് മരിച്ചു. ഉച്ചക്കത്തെ കഴിച്ചു. നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ കഴിക്കും, വൈകിട്ടത്തെ കഴിക്കും, 4 മണിക്കത്തെ കാപ്പിയും കുടിക്കും. പിന്നെ വേറെ എത്ര കഴിച്ചാലും പോകുകയില്ല. പിന്നെ പാസ്റ്റർമാരൊക്കെ ചെല്ലുമ്പോൾ നാട്ടിൽ, ഇവിടുത്തെ അറിയത്തിന് നാട്ടിലൊക്കെ പറയും, പാസ്റ്റർ ദൈവഗതത്തിനായിട്ട് എന്ത് ചെയ്തോ പോകുകയല്ല. അതിനാ അപ്പച്ചൻ ഉച്ചയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് വേണ്ടായിരുന്നു. അവരും കഴിച്ചില്ല, കഴിക്കാനൊത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ഭക്തന്മാരുണ്ട്. നമുക്കറിയാത്ത ഒത്തിരി പേരുണ്ട്. നല്ല മരണം. ഈ ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ ആഗ്രഹം നടന്നില്ല. ഭക്തൻ മരിച്ചതെങ്ങനെ? അല്ല, ദാവീദിന്റെ മരണത്തെ പറ്റി പറയുക. ദാവീദ് വയസ്സ് എന്ന് വൃദ്ധനായി. അടുത്തതായിട്ട് വായിച്ചത് ദാവീദിന്റെ മരണകാലം അടുത്ത് വന്നപ്പോൾ ആ പ്രയോഗം വന്നത്. ഇനി ശമൂവേലിന്റെ 2-ാം പുസ്തകം 23-ന്റെ 1 വായിക്കണം. എല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. ഈ വാക്യം വായിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാനെപ്പോഴും നാട്ടിൽ പറയും, ചില ആൾക്കാർക്ക് എന്നെ പറ്റി ഒരു ധാരണ, അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നത്.
അയാൾക്ക് ബോധവും പൊളിയുമില്ല. അപ്പൊ ഈ വായി വരുന്നത് എന്തൊക്കെയാണെന്ന് അറിയാനായി വായിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങളെ കുഴയ്ക്കാനോ എനിക്ക് ആള് കളിക്കാനോ അല്ല. എന്ത് വായി പറഞ്ഞതൊക്കെ ഇതെല്ലാം വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. അതിനായി വായിപ്പിക്കുന്നത്. അപ്പം കുഴപ്പമില്ലല്ലോ, ഇതൊക്കെ ഉള്ള കാര്യമാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളിൽ ചിലർ പറയാം ആ ഏതാണെല്ലാം പുള്ളി പറഞ്ഞേച്ച് അത് വരരുത്, അതിനായി വായിപ്പിക്കുന്നത്. ഇനി ശൗമേന്റെ 2-ാം പുസ്തകം 23:1 ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാകുന്നു. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാകുന്നു. മതി. അപ്പോൾ ഭക്തന്മാർ മരിക്കുന്നത് എങ്ങനെയാ? വയസ്സ് ചെന്നു, വൃദ്ധനായി, മരണകാലം അടുത്തു വന്നു. മരണകാലം അടുത്തു വന്നപ്പോൾ എന്റെ ഭാഷയാണ് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞതല്ല, അനാവശ്യം പറഞ്ഞേച്ച് ചന്തന്നല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടുത്തെ അറിയത്തില്ല. നാട്ടിലൊക്കെ പ്രായമായി അങ്ങേയറ്റം പറ്റുമ്പോൾ എല്ലാം ആവശ്യമില്ലാത്ത പറയുക. അപ്പൊ പ്രായമുള്ളവരെല്ലാം ആവശ്യമില്ലാത്തതല്ല. എന്നെ മോനെ പാസ് ഒരു ഇരുതിയെ കുളിച്ച് പ്രായമായി വരുമ്പോഴേ ആവശ്യമില്ലാത്തതല്ലേ ഇപ്പൊ ഓരോരുത്തർ. നിങ്ങൾക്കൊന്നും അറിയാൻ പറയുക ഉടനെ നമ്മൾ പറയാം. അപ്പൊ ചില സോഡിയം കുറഞ്ഞ സോഡിയം എല്ലാവർക്കും ഇപ്പൊ സോഡിയം കുറയുക. അങ്ങനെ പറയുന്നതിന് അത് പുള്ളിക്ക് പോലും ദാവീദിനെ സോഡിയം കുറഞ്ഞില്ല. തെളിവ് തരാം. അടുത്ത എന്തോ അന്ത്യവാക്യം എന്തോ പറഞ്ഞത്? ഇശ്ശായിപുത്രൻ ദാവീദ് ചൊല്ലുന്നു. ഇശ്ശായിയുടെ പുത്രൻ. അപ്പം വെളിവുണ്ടേ, ഞാൻ ഇശ്ശായിയുടെ മോനാന്നുള്ള വെളിവുണ്ടേ, മരിക്കാറായി. പിന്നെ ഔന്നത്യം പ്രാപിച്ച പുരുഷൻ അതിന് നല്ലത് ഔന്നത്യം പ്രാപിച്ച പുരുഷനായി അല്ല ചെയ്തത്. പിന്നെ യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ. ഞാൻ അഭിഷിക്തനാ, അഭിഷേകമൊന്നും പോയിട്ടില്ല. അന്ന് പകർന്ന അഭിഷേകം ഇപ്പോഴും ഉണ്ട്. തൈലക്കൊമ്പലെ തൈലമാ എന്റെ ശിരസിൽ ഒഴിച്ചത്. സഹോദരന്മാര് നോക്കി ഇപ്പോഴും അഭിഷേകമുണ്ട്. അടുത്തത് ഇസ്രായേലിൽ മധുരകായകൻ. അതോ നല്ല പ്രയോഗമാണ്. അടുത്തത് യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കും. യഹോവ മരിക്കാറായ സമയത്തും ആത്മാവിൽ തന്നെ. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നത്. അല്ലാതെ കൊച്ചിനെ അഭിഷേകം പ്രാപിച്ച് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി പൊടി വന്നപ്പോൾ ദുരാത്മാവ് കയറി. ഇപ്പൊ എന്തുവാ പറയുന്നത്? പുള്ളിക്കും വെളിവില്ല. നിങ്ങളെല്ലാം പിന്നെ തുറച്ചു നോക്കുന്നു. ആനന്ദമല്ല മരിച്ചത്. മരിക്കാറായ സമയത്തും ആത്മാവില്ല. എന്നതല്ല അന്ത്യമാണ്. വയസ്സ് ചെന്നു, വൃദ്ധനായി, മരണകാലം അടുത്തു, അന്ത്യവാക്യം പറഞ്ഞു, ആത്മാവിൽ പറഞ്ഞു. എന്റെ പ്രിയരെ, ഞാൻ നിങ്ങൾ എപ്പോഴാണ് കടന്നു പോകുന്നത് അറിയത്തില്ല. പക്ഷേ നമ്മുടെ ആരംഭത്തേക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിക്കൊണ്ട് അവസാനിപ്പിക്കരുത്. ദൈവകൃപയിൽ ആരംഭിച്ച് അവൻ ദൈവകൃപയിലാണ് തീർന്നു പോകരുത്. ഇവിടെ പേരും സ്ഥാനവും മാനവും കസേര അവന്റെ അങ്ങാടി വന്നനോ പള്ളി മുഖ്യാസനോ ആൾക്കാർ റെബുനിന്നൊന്നും വിളിച്ചില്ലെങ്കിലും നോട്ടീസ് പേരൊന്നും വന്നില്ലെങ്കിലും എപ്പോഴും ഒന്നും ഇതുപോലെ ഫോട്ടോ നമ്മുടെ ഒന്നും വന്നില്ലെങ്കിലും ഒരു കാര്യം പറയാം, മരിക്കുന്ന സമയത്തിന് ആത്മാവിന്റെ നിയോഗം ഉണ്ടായിരുന്നു. മരണസമയം ഏറ്റവും നന്നായിരിക്കണം. ദൈവത്തിന് മഹത്വം. അന്ത്യസമയം അന്ത്യവാക്യങ്ങൾ നല്ല കാര്യമാണ് പറഞ്ഞത്. 23 നാളോട് നമ്മളത് വായിച്ച എന്ത് നല്ല പ്രയോഗങ്ങൾ, എന്ത് നല്ല കാര്യങ്ങളാണ് ദാവീദ് പറഞ്ഞത്. മരണസമയം ദൈവത്തിന് മഹത്വം. മാത്രമാണോ മരിക്കാനായ സമയത്ത് തന്നെ മകന് ശലോമോ എന്ന് വിളിച്ചേച്ച് ചില കാര്യം പറഞ്ഞു. മകനോട് ഒത്തിരി കാര്യം പറഞ്ഞത് പറഞ്ഞു, മോനെ സകല പൂവാസികളും പോയ വഴി കൂടെ ഞാൻ പോകാൻ പോവാ. പിന്നെ നിനക്കറിയാൻ മേലാത്ത 1-2 കാര്യം പറയാം. നിനക്കറിയാൻ മേലാത്ത അതിന് പ്രധാനമായ 3 കാര്യം പറഞ്ഞു. ഒത്തിരി ഉണ്ട്, അതിൽ 3 കാര്യം. 1, യോവാവിനെ സൂക്ഷിച്ചോണം. പെങ്ങടെ മോന എങ്കിലും വലിയ സൂത്രബുദ്ധിക്കാരാണ്. പെങ്ങടെ മോന 2 പെങ്ങന്മാരാണ്. അതിലൊരു പെങ്ങളാണ് സെരൂയയ്ക്ക് 3 ആൺപിള്ളേരാണ്. യോവാവ്, അബീഷായി, അസാനയിലെ കാട്ടുകലയ്ക്ക് ശീഘ്രകാമിയാണ്. കാട്ടുകല പോലെ ശീഘ്രകാമിയാണ്. യോവാവ് സൂത്രകാരനാണ്. സൂക്ഷിച്ചോ. മരിക്കുന്നതിന് മുന്നേ മകനോട് നിർദ്ദേശം കൊടുക്കുക. എല്ലാ ഭാഗത്തും ഞാൻ പോകുന്നില്ല. 2, ഈ ഭക്തന്മാര് മരിക്കുന്നത് എങ്ങനെ? 2, ഈ ഗേരയുടെ മകൻ ശിവയുണ്ടല്ലോ, അവനൊന്ന് സൂക്ഷിച്ചോണം. അതിനെ ചെറിയ പാരയാണ് നമുക്ക്.
ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചോണം. മണ്ടനെ പിരാനി കയ്യോ എല്ലാം മാറ്റി വരുന്നതാണ്. ഞാൻ യോർദാൻ കടവ് കടന്നപ്പോൾ നിരപ്പ് പ്രാപിച്ചു. എന്നാലും അവൻ അത്ര ശരിയാവും. 21 അവൻ ഇരിക്കുന്നെങ്കിലും ആൾ ശരിയല്ല. ചില ആളോടാണ് ഇങ്ങനെ സമാധി ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. സ്വഭാവത്തിന് ഒരു മാറ്റവും. മിക്ക സഭയിലും മാസത്തിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. സ്വഭാവത്തിനൊന്നും ഏഴ്. നമുക്കത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനം ധാരാളമായിട്ട് നടക്കുന്നെങ്കിലും ഒരു വർഷത്തെ മുഴുവൻ ലിസ്റ്റ് നമ്മൾ ഇട്ടിരിക്കുക. അത് നല്ല കാര്യമാണ്. ഒരു ഓർഡറിൽ പോകുന്നത് നല്ലതാണ്. പക്ഷെ സ്വഭാവത്തിന് ഒരു വ്യത്യാസമുണ്ട്. പണ്ട് കെ.എൻ. ജോസഫ് ഉണ്ണിച്ചായൻ പറയുമായിരുന്നു, സ്വർഗത്തിൽ പോകാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ജീവിക്കാൻ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നില്ല. സ്വർഗത്തിൽ പോകാൻ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. ഈ സമൂഹത്തോടും മനുഷ്യരോടും സഹക്കാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും അയലത്തുകാരോടൊക്കെ ഇടപെടേണ്ടത് എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നില്ല. അറിയത്തുമില്ല. അപ്പൊ ഈ മരിക്കാറായപ്പോൾ പിള്ളേരെ വിളിച്ച് മരിക്കാറാകുന്നതിന് പിന്നെ പിള്ളേരോട് കാര്യമൊക്കെ തുറന്ന് പറയണം. അങ്ങനെയുണ്ട്. ശലോമനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, പിന്നെ അണ്ട പെർസിനായുടെ പിള്ളേരോട് ദയ ചെയ്തോ. 2:7 വായിച്ചേ റോസമാമേ. എന്നാൽ ഗിലെയാദ്യനായ ബർസില്ലായുടെ മക്കളോട് മരിക്കുന്നതിന് മുന്നേ, ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നതിന് മുന്നേ വയസ്സിൽ വൃദ്ധനായി മരണകാലം അടുത്തു, അന്ത്യവാക്യം പറഞ്ഞു, ആത്മാവിൽ പറഞ്ഞു, പിന്നെ സകല ഭൂവാസികളും പോയ വഴി കൂടെ പോകുക എന്ന് പറഞ്ഞു. എന്നിട്ട് പിള്ളേർക്ക് അറിയാത്ത ചില കാര്യം അവരെ ഓർപ്പിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് മരിക്കുന്നത്. അല്ല ചുമ്മാ തീർന്നു അങ്ങനൊന്നും അല്ല. നമ്മളൊരു അപ്പച്ചൻ അങ്ങനെ മരിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരിക്കലും. അപ്പച്ചൻ എന്നാ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വസ്തു വീടും ആരുടെ ഒരു പിടുത്തവും ഇല്ല. അപ്പച്ചൻ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ അറിയത്തില്ല. പണ്ടൊരു അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് പ്രായമായപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പിള്ളേരെ വിളിച്ചു, ഇടാ ജോയിക്കുട്ടി 600 രൂപ തരാനുണ്ട്. തങ്കച്ചന് 400 രൂപ തരാനുണ്ട്. പിന്നെ അപ്പുറത്തെ പാപ്പച്ചന് 5000 രൂപ കൊടുത്തും പറഞ്ഞു. അച്ഛന് നല്ല ഓർമ്മയാണല്ലോ. നല്ല അപ്പച്ചന് നല്ല ഓർമ്മയാണ്. അതെല്ലാം കുറിച്ച് വെക്കുക, എല്ലാം തരാനാണ്. ഇതെല്ലാം കഴിഞ്ഞ് അപ്പച്ചൻ പറഞ്ഞു, അപ്പുറത്തെ വേദിച്ചാൽ ഞാൻ ഒരു 50,000 രൂപ കൊണ്ട് കൊടുത്തും പറഞ്ഞു. അച്ഛന് ഒട്ടും ഓർമ്മയില്ല. അച്ഛൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളും അത്ര മോശമൊന്നുമില്ല. ദാവീദിന് നല്ല ഓർമ്മയാണ്. അപ്പൊ പിള്ളേരെ വിളിച്ച് കാര്യമില്ല. ശലോമോനോട് പറഞ്ഞു, മോനെ ഗിലെയാദിനായ ബർസില്ലായുടെ മക്കളോട് നീ ദയ കാണിക്കണം. കാരണം അവരെല്ലാവരും നിന്റെ മേശയിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അടുത്ത വാക്യം, നിന്റെ സഹോദരനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് പണ്ട് ഞാൻ ഓടിപ്പോകുമ്പോൾ അവരെനിക്ക് ഇതൊക്കെ തന്നവരാ. അവരോട് ദയ തോന്നണം, കരുണ തോന്നണം. മരിക്കുന്നതിന് മുന്നേ ഇതെല്ലാം ക്രമപ്പെടുത്തി. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കഷ്ടകാലത്ത് ആരെങ്കിലും 10 രൂപയോ പച്ചവെള്ളമോ തന്നാൽ നന്ദി വേണം. ചിലപ്പോൾ എല്ലാവർക്കും തിരിച്ച് ചെയ്യാൻ ഒത്തില്ലെങ്കിലും അതിനൊരു, നിങ്ങൾ ഈ അമേരിക്കയിൽ വരാൻ ഒരു വ്യക്തി കാര്യം ദൈവം കഴിഞ്ഞ മുഖാന്തരം മരണം വരെ കടപ്പാട് വേണം. ചിലരുടെ ഇരിക്കും ഉണ്ടാക്കും, ഇല്ല അനിയനാണ് പറഞ്ഞത്. പുള്ളി കേരളത്തിൽ ഒറ്റ ചാട്ടത്തിന് ന്യൂയോർക്കിൽ എല്ലാം കാര്യമല്ല. ചിലരുടെ ആ പാവം ഇരിപ്പം കണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ വരാനൊരു മുഖാന്തരം ദൈവം കഴിഞ്ഞാലൊരു മുഖാന്തരമില്ലേ? മറക്കരുതെന്ന് മാത്രമല്ല, പിള്ളേരോടും പറഞ്ഞു കൊടുക്കണം. അവരാ നമ്മളെ ഇവിടെ കൊണ്ടുവരാൻ അത് പറയണം, പറയുകയും ചെയ്യണം. കടപ്പാടും വേണം. ഞാൻ ഇന്ന് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുശീലയോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭാഷത്തിന് ഇത് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് അവരോടൊരു കടപ്പാടുണ്ട്. ഒരു
കടപ്പാടുണ്ടെന്ന് ദൈവത്തിന് മറന്നു മറക്കരുത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാഞ്ഞപ്പോൾ സഹായിച്ചവരാരെങ്കിലുമൊക്കെ കാണും. ഒരു നല്ല ഡ്രസ്സ് തന്നവർ കാണും അന്ന്. ഇപ്പം നമുക്ക് കൈയും കോട്ടും ഒക്കെ ഉണ്ട്. ഇപ്പം ഏതിടണമെന്ന് നമുക്ക് തന്നെ തർക്കത്തിൽ കിടക്കുക. ആയിക്കോട്ടെ, ഞാനിതൊക്കെ ഇങ്ങനെ ഓർക്കുക മാത്രം. ഈ നാട്ടിലൊക്കെ യാത്ര പോകുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുക എപ്പോൾ വരും? ഞാൻ പറഞ്ഞാൽ അത് വന്നേക്കാം, നിങ്ങളൊന്ന് യോഗം തുടങ്ങിക്കും. ചിലർ ഏത് റൂട്ടിൽ കൂടാ പോകുന്നത്? ഞാൻ പറയാതൊന്നും പറയാനൊക്കത്തില്ല. അതൊക്കെ അന്നേരത്തെ നടത്തിപ്പനുസരിച്ച്. കാരണം യാത്ര പോകുമ്പോൾ പ്രായമുള്ളവരെയും പഴയ ആൾക്കാരെയൊക്കെ ഞാൻ കയറി കാണും. അപ്പം എൻ്റെ കൂടെ വരുന്ന സഹോദരന്മാർ ഞാൻ പറയും ഇവിടുന്ന് ഒരു അമ്മയുണ്ട് കാണും. അപ്പോൾ ഈ അമ്മ പണ്ട് എനിക്ക് ചോറ് തന്നതാണ്. ഇപ്പം അമ്മയ്ക്ക് തരാനുള്ള സാവകാശമില്ല, ആരോഗ്യം വന്നു, എൻ്റെ ക്ഷീണതയായിട്ട് നിൽക്കുക. ഒന്ന് കയറി കാണും. അമ്മയ്ക്ക് സാവകാശം സാഹചര്യമൊക്കെ നല്ലതാണ്, എന്നാലും ഒന്ന് കാണുണ്ടായോ? നമുക്ക് കടപ്പാടുണ്ട്, മറക്കരുത്. ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് ഒരാൾ നന്നെങ്കിൽ വേറെ ദിവസത്തിൽ അങ്ങനല്ലേ, നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നന്ദി വേണം, മനുഷ്യനോട് നന്ദി വേണം. കാരണം ഞാൻ ഭാഗം വിവരിക്കുന്നില്ല, നിങ്ങളിപ്പം ചിന്തിക്കാതെ എൻ്റെ കാര്യം കൊണ്ടാണല്ലോ ഭാഷ പറഞ്ഞത്. അല്ല, ഈ രാജ്യത്ത് ഒരു കുടുംബം മുഖാന്തരം അനേകർ വന്നു. അതിലൊരാൾ, പേര് സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, അതിലൊരാൾ എന്നോട് വളരെ ദുഃഖത്തോടെ പറഞ്ഞതാണ്, ഞങ്ങൾ ദൈവം കഴിഞ്ഞാൽ ഞങ്ങൾ മുഖാന്തരം അവരിവിടെ വന്നത്. എന്നിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അതിൽ ഒരു സഹോദരൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവരുടെ മക്കളെ ഒന്ന് കാണാനായിട്ട് താല്പര്യപ്പെട്ടിട്ട് പിള്ളേർ ഇറങ്ങി വന്നു പോയി. അവരെല്ലാം ഇവിടെ വരാൻ കാര്യം ഇവരാണ്. വളരെ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു. എവിടാണെന്നൊന്നും ഞാൻ പറയാനില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ നന്ദിയില്ലാത്തവർ. നന്ദി വേണം, ദൈവത്തോടും വേണം, മനുഷ്യനോടും. അപ്പൊ ദാവീദ് അതുകൊണ്ടാണ് ശലോമോനോട് പറയുക, മോനെ ശിമെയിയോട് നീ ബുദ്ധിയോടെ ഇടപെടണം, യോവാബിനോട് ബുദ്ധിയോടൊക്കെ ഇടപെട്ടു, പക്ഷേ ബർസില്യായുടെ മക്കളോട് ദയ തോന്നണം. കാരണം നിന്റെ സഹോദരനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പണ്ടവരെ പേടിച്ചോടിപ്പോയപ്പോൾ പിള്ളേരിനോട് ദയ ചെയ്തവരാണ് അപ്പനും മക്കളും. എന്തുവാ ചെയ്യുന്നത്? ഒരു വാക്യം വായിച്ചേ, നമുക്കറിവുള്ള വാക്യമായി ശമൂവേലിന്റെ 2-ാം പുസ്തകം 27-ാം അധ്യായത്തിൽ 17-ാം അധ്യായത്തിന്റെ 27-22. ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 കാണിയ. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രപ്പായിൽ നിന്ന് ഞാനാശിന്റെ മകൻ ശോഭി, ലോദേബാരിൽ നിന്ന് അമ്മിയന്റെ മകൻ മാഖീർ, ലോകേന്യമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ലാ എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലര്, അവരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചു ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബർസില്ലായുടെ മക്കളോട് നീ ദയ ചെയ്യണം. കാരണം നിന്റെ സഹോദരൻ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പണ്ട് ഓടിപ്പോയപ്പോൾ അവരോട് ദയ ചെയ്തതാണ്. അവര് ചെയ്ത കാര്യമായി ഇപ്പം വായിച്ചത് ശമൂവേലിന്റെ പുസ്തകത്തിൽ. ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് ഓടി. കിടപ്പാടമില്ല, കിടക്കാനിടമില്ല, വസ്ത്രമില്ല, പാറപ്പെടമില്ല, ഭക്ഷണമെല്ലാം നഷ്ടപ്പെട്ട് കിരീടമെല്ലാം പോയി ഓടുക. കെതിരോത്തോടും ഒക്കെ കടന്നു ഓടിപ്പോയപ്പോൾ ഒന്നുമില്ല കൈവശം. കൂടെയുള്ളവർ ചോദിച്ചു, നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന്, നമുക്ക് ആര് നന്മ ചെയ്യുമെന്ന് പലരും എന്നോട് അങ്ങനെ നാരാസംഗത. അപ്പൊ ദാവീദ് പറഞ്ഞു, ദൈവം വഴിയൊരുക്കും, നിങ്ങൾ സമാധാനപ്പെടും, ദൈവം വഴിയൊരുക്കും, ദൈവം വിശ്വസ്തൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി മുൻപോട്ട് ചെന്നപ്പം 3 പേരെ ദൈവം ഒരുക്കി. ശോഭി, മാഗ്, ബർസില്ലായി. അതിൽ പ്രധാനിയും ബർസില്ലായി. അവർ കൊണ്ടുവന്ന് കൊടുത്തതാണ് കിടക്ക, കിണ്ണം, മൺപാത്രം. ദാവീദിന് കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ ലിസ്റ്റ് ഗോതമ്പ് മുതലിഞ്ഞോട്. ദാവീദ് കഷ്ടകാലത്ത് ഇതെല്ലാം അനുഭവിച്ച് ഭക്ഷിച്ച് കിടന്ന് വിശ്രമിച്ച്
മരുഭൂമി കൂടി യാത്ര ചെയ്തു, എല്ലാം നഷ്ടപ്പെട്ടു. ഒടുവിൽ സാഹചര്യം ദൈവം തിരുത്തി മാറ്റി. അബ്ശാലോമ് പട്ടുപോയി. ജനമെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് രാജാവായിട്ട് നാം തെരഞ്ഞെടുത്തിരുന്ന അബ്ശാലോം പടയിൽ പട്ടുപോയി. അതുകൊണ്ട് നമുക്ക് ദാവീദിനെ തിരികെ കൊണ്ടുവരണം. അങ്ങനെ ദാവീദിനെ തിരികെ കൊണ്ടുവന്ന് രാജാവാക്കി. ദാവീദ് രാജാവായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബർസില്ലായി വിളിച്ചിട്ട് പുള്ളി പോയില്ല. എങ്കിലും മരിക്കുന്ന സമയത്ത് തൻ്റെ മകൻ ശലോമോനോട് പറഞ്ഞു, ആ പിള്ളേരോട് ധൈര്യം കേട്ടോ, അവരെന്റെ കഷ്ടകാലത്ത് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ എനിക്ക് ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളും കിടക്കാൻ ഇടവൊക്കെ തന്നവരാണ്, മറക്കരുത്. അത് പറയാ, അവരെല്ലാവരും നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിലിരിക്കണം. ഇതിനകത്ത് ഒരു ആത്മീയാർത്ഥം പ്രിയതേ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പച്ചവെള്ളമോ ഒരു കാപ്പിയോ അല്ലെങ്കിൽ 10 രൂപയോ ഭൗതികമായ എന്തെങ്കിലും അല്ലെ ഏത് നിലയിലെങ്കിലും ചെയ്താൽ എബ്രായനെ കൂടെ ചേർത്ത് പഠിച്ചാൽ അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. മലാഖി പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ അവിടുത്തെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, പുസ്തകങ്ങൾ തുറന്നു. സ്മരണയുടെ പുസ്തകം തുറക്കും. ചെയ്തതും പ്രവർത്തിച്ചതും വർദ്ധിച്ചതും എത്തിച്ചതുമായ മുഴുവൻ കാര്യവും കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായി രാജാവിന് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും പറഞ്ഞു കിടന്നു. ഉറക്കം വരാതെ കിടക്കുമ്പോൾ രാജാവ് പറഞ്ഞു, ഒരു കാര്യം ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവാ, ഡെയിലി ഡയറി കൊണ്ടുവന്നു. താളുകൾ മറിച്ചു വന്നപ്പോൾ ഒരു ഹെഡിങ് മൊർദെഖായി ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ കയ്യേറ്റം ചെയ്യുവാൻ 2 പേര് ശർമ്മന്മാര് പരിശ്രമിച്ചു, ബിത്താനയും ശേഖരിച്ചു. അപ്പോൾ ഈ പടിവാദക്കാർ ന്യായീകരിച്ച് കിടന്ന് മൊർദെഖായി ഈ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചപ്പോൾ കാര്യം ശരി, അവരെ കൊന്നു. അത് ഈ റിപ്പോർട്ടിൽ തന്ന മൊർദെഖായി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഓ ആരവിടെ മൊർദെഖായിയെ ചെയ്യാൻ പോവാ. ഞാൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് മറുപടിയോ വിടുതലോ നടന്നില്ലെന്നോർത്ത് ഭാരപ്പെടരുത്. ഇതെല്ലാം നിങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. അവിടുത്തെ വരവ് താമസിക്കാൻ നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഉയർത്തുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമാർ നിങ്ങളുടെ കാരണമല്ല. ചിലപ്പോ സമകാലവും കണ്ടെന്ന് വരികയല്ല, നോട്ടീസിൽ പേരൊന്നും വന്നെന്ന് വരികയല്ല, ചിലപ്പോ എല്ലാവരും പാരിതോഷികമൊന്നും തന്നെന്ന് വരികയല്ല. പക്ഷേ അവൻ സ്തോത്രത്തിൽ നന്നായിട്ട് അറിയുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അത് മുഴുവൻ കുറിച്ചു വച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ദിനവൃത്താന്തത്തിന്റെ പേര് തട്ടി മാറ്റി ദൈവം എന്ന് കുറിച്ചു വെച്ചതിന് തക്കതായ മറുപടി നൽകി നമ്മളെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. ഒത്തിരി കാര്യം പറയേണ്ടതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. ആ പിള്ളേരെല്ലാം നിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട് കൂട്ടത്തിലിരിക്കണം. ഈ ശലോമന്റെ മേശ എങ്ങനെ നമ്മുടെ മേശ പോലാണ്? ഒരു വാക്യം വായിച്ചു, ഒത്തിരി ഉണ്ട്. ഒരു വാക്യം ഇപ്പം വായിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22 വായിച്ചേ. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. നിത്യച്ചെലവ്. സലോമോന്റെ നിത്യച്ചെലവാണ്. ഡെയിലി മേശയിൽ 30 പറ നേരിയ മാവ്. നേരിയ മാവ് എന്ന് പറഞ്ഞാൽ തരിയില്ലാത്തത്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, നേരിയ മാവ് ഒരു സഹോദരൻ പറഞ്ഞു, നേരിയ അതിനകത്ത് കൊണ്ടുവരുന്നത്. ഞാൻ പിന്നെ അധികം ഒന്നും പറയാൻ പോയില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തരിയില്ലാത്ത സഹോദരിമാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. നാട്ടിലൊക്കെ പാലപ്പത്തിന്റെ മാവ് തരിയുന്നില്ല. അപ്പൊ നിത്യച്ചെലവ 30 പറ നേരിയ മാവ്. സാധാരണ മാവ് 60 പറ. അപ്പൊ 90 പറ മാവിന്റെ അപ്പം. നാട്ടിലൊക്കെ ഞാൻ പറയാറുണ്ട്, 1/2 കിലോ ആട്ട കൊണ്ട് 35 ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി എടുത്ത് നോക്കിയാൽ സഖ്യപർവ്വതം വരെ കാണാം. ഇത് 30 പറ നേരിയ മാവും 60 പറ ഡെയിലി ആണെന്ന് ഓർക്കണം. ഡെയിലി. അടുത്തത് മാൻ. നല്ല മാന്. അപ്പം മൂപ്പുള്ളത് മൂപ്പില്ലാത്തത് വാങ്ങാൻ അതിന്റെ അർത്ഥം. പ്രായമുള്ളവർക്ക് പ്രായമില്ലാത്തതും. പിന്നെ മ്ലാവ്. നല്ല ഇറച്ചിയാണ് മ്ലാവിന്റെ. പിന്നെ പുഷ്ടി വരുത്തിയ വന്നതല്ല. പിന്നെ എനിക്കത് ഇപ്പോഴത്തെ കോഴിയാണ് ഒന്ന് പുഷ്ടി വരുത്തി. കോഴി അതാ വരുത്തിയതാണ്.
വെള്ളക്കോഴി നാട്ടിലൊക്കെ ഉണ്ട്, വെള്ളക്കോഴി. അത് കഴിച്ചു കഴിച്ചപ്പോൾ പെന്തിക്കോസുമായിട്ട് യോഗത്തിന് വന്നാൽ കോഴി ഇരിക്കും പോലെ ഒരെണ്ണം കൈ അടിക്കുക, അതിൻ്റെ പാട് കാട്ടല്ല. പിന്നെ തീരാൻ നേരത്തൊരു പോക്കുണ്ട്, 3 അല്ലെലിയ പറയാൻ ഒളിവില്. ഇനിയിപ്പോ അനമൊന്നും വേണ്ട, തീരാൻ പോവാ. പുഷ്ടി മരുന്നിയ പക്ഷി. പിന്നെ ഇത് കൂടാതെ മെലിഞ്ഞതല്ല, നല്ല അടുപ്പിച്ചതല്ല 10 കാള. പിന്നെ മേച്ചപ്പുറത്തെ 20 കാളയും 100 ആട് ഡെയിലി. ശലോമോന്റെ മേശ നമ്മൾ ആടുന്നതല്ലാതെ ആടിനെ ആകാം. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളാണ് ശലോമോന്റെ മേശ. കേട്ടോ, വായിച്ചല്ലോ. ഇവരുടെ അപ്പൻ പണ്ട് കൊടുത്തത് ഗോതമ്പ്, യവവും മുന്തിരി, അങ്ങനെയുള്ള മലര്, അമരിക്ക, പയറ്, പരിപ്പ്, ഇങ്ങനെയുള്ള സാധനമാണ് കൊടുത്തത്. പക്ഷെ അത് ദൈവം കുറിച്ചു വെച്ചു, ദാവീദ് കുറിച്ചു വെച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ തലമുറയ്ക്ക് കൊടുത്തത് അപ്പം കൊടുത്തത് പോലല്ല. ഒന്ന്, അപ്പൻ മരുഭൂമിയിലാണ് കൊടുത്തത്, ശലോമോൻ കൊട്ടാരത്തിലാണ് കൊടുക്കുന്നത്. 2, അപ്പൻ കൊണ്ട് കൊടുത്തത് അല്പസമയത്തേക്കാണ്, ശലോമോൻ കൊടുക്കുന്നത് നിത്യം കൊടുക്കാൻ പോവാണ്. 3, അപ്പൻ അമരിക്കായും പയറും പരിപ്പും ഒക്കെയാണ് കൊണ്ട് കൊടുത്തത്. ശലോമോന്റെ തീന്മേശയിൽ ഇതൊന്നുമല്ല. ദൈവത്തിന് മഹത്വം. നാം കർത്താവിന്റെ വേലയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ, പ്രവർത്തിച്ചാൽ, അടുത്ത വരവ് താമസിച്ചാൽ നമ്മുടെ തലമുറയെയും ഇവിടെയും മാനിക്കും. മാത്രമാണോ അങ്ങ് ചെല്ലുമ്പോൾ കോടിയോടി വിശുദ്ധന്മാരിക്കുന്ന സദസ്സിൽ എന്നെയും നിങ്ങളെയും ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ന് നമുക്ക് പുകഴ്ചയുണ്ടാകും, അന്ന് മാന്യതയുണ്ടാകും, അന്ന് വീണ്ടും നമ്മളെ ബഹുമാനിക്കുന്ന സുദിനമാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആ ക്ലോക്കില് 9 മണിയായി. ഇന്ന് നിർത്തുക. ഞാൻ മുഖവര പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ നാളെ, ബാക്കി നാളെയാണ്. ഇന്ന് പോകുമ്പോഴായി. ചില ആൾക്കാർക്ക് എന്നെ പറ്റി ധാരണ അതുകൊണ്ട് അയാളൊരു ബോധവും വെളിബോധവും ഉള്ളവനല്ല. ഇന്ന് കൃത്യം 9 ഇന്നിപ്പം നിർത്തുക. ഇതൊരു മുഖവര പറഞ്ഞതേ ഉള്ളൂ. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ കാണാം. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. മണ്ണിൽ നിന്നകൻ സഹിച്ചവനെ തന്തിരു നാമത്തിനാൽ മണ്ണിൽ നിന്നകൻ സഹിച്ചവനെ ഓ തിരുസന്നിധിയിൽ ചേർത്തുന്ന കൈകളവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ
വൈകിയ വേളയിൽ നമുക്ക് ഒന്നിച്ച് വചനം ധ്യാനിപ്പാൻ അവസരം തന്നല്ലോ. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം നാളെ വൈകിട്ട് ഒന്നിച്ചു കൂടുവാൻ അവസരം ദൈവം നൽകട്ടെ. ശേഷമുള്ള നാളെ നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഈ 4-5 ദിവസം ന്യൂയോർക്കിൽ കാണും. എനിക്ക് അവിടുന്ന് വെള്ളി ശനിയൊക്കെ ഒകലോഹമായാണ് കൺവെൻഷന്. യാത്രയോർത്തും ശുശ്രൂഷയോർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും പുത്രനാമത്തിലെ കർത്താവേ, തിരുസന്നിധിയിൽ കടന്നു വരുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ, ബഹുദ്ധപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഞങ്ങൾക്ക് വെച്ച് സാവകാശത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ബഹുദ്ധപ്പെടുത്തുന്ന കർത്താവേ, തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിരുമേനി ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ചു വേർതിരിച്ചു അങ്ങയുടെ മക്കളാക്കി അവകാശികളാക്കി കർത്താവേ. ഞങ്ങൾ കർത്താവേ ഈ ലോകത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ അഭിഷേകം തന്ന് ഞങ്ങളെ കർത്താവേ രാജകീയ പുരോഹിതവർഗമാക്കി അവിടെ കടലിലാക്കിയിരിക്കുന്ന ഞങ്ങളുടെ മഹാദേവയ്ക്കായി കരുണയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അങ്ങിൽ നിന്ന് പ്രാപിച്ച സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും ആത്മീയവും ഭൗമികവും ശാരീരികവും മാനസികമായി ഞങ്ങൾ ലഭിച്ചതായ കർത്താവേ സകല നന്മകൾക്കും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ കരുണയാൽ, അങ്ങയുടെ കരുണയാൽ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഇതുവരെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളെ കേൾപ്പിച്ചതായ അങ്ങയുടെ ആലോചനയ്ക്കായി സ്തോത്രം കർത്താവേ. കർത്താവേ കേട്ടത് കർത്താവെ ഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ കർത്താവേ തിരുഹിത പ്രകാരം ജീവിച്ച് നല്ലൊരന്ത്യം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ചു നിങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും കർത്താവേ തിരുവരി ദൈവമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ ഭയത്തോടും നന്ദിയോടും കൂടെ കർത്താവേ കൂടെ ആയിരിക്കാന് അങ്ങനോട് കൽപ്പിച്ച കർത്താവേ കൽപ്പന പ്രകാരം അങ്ങയുടെ സുവിശേഷം കർത്താവേ ലോകത്തിനെ ഘോഷിപ്പാൻ ഞങ്ങളെ ആക്കിയിരിക്കുന്നത് കർത്താവേ. അങ്ങനെ നാമത്തെ ഉയർത്തി കർത്താവേ അങ്ങേ കർത്താവേ മറ്റൊരു വരച്ചു കാണിക്കുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കൂട്ടി കർത്താവേ നമ്മുടെ ദാസനെ കർത്താവെ ശക്തീകരിച്ച് ഇവിടെ കൊണ്ടുവന്നതിനാണ് സ്തോത്രം. ശാരീരികമായി ബലഹീനനായിരുന്നു കർത്താവെ ബലപ്പെടുത്തിയല്ലോ, സഹായിക്കണമേ. അങ്ങയുടെ ദാസൻ കർത്താവെ അടുത്ത ദിവസങ്ങളിലേക്ക് കർത്താവെ കടന്നു വന്ന് കൽപ്പാനിടയായി കർത്താവെ ശരീരത്തെ ബലപ്പെടുത്തണമേ. കർത്താവെ യാത്ര കൂടി സഹായിക്കണം കർത്താവെ. ഈ സഹായിക്കുന്ന സമയങ്ങളെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ കർത്താവെ അങ്ങയുടെ ജനത്തിന് ആവശ്യമായ സ്വർഗീയമെല്ലാം പകർന്നു കൊടുക്കുവാൻ തക്കോണം അഭിഷേകത്താൽ പുതിയ അഭിഷേകത്താൽ നിറച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച സകല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കാൻ മറ്റേ വിഷയങ്ങളുണ്ട്. രോഗികളായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന അനേകം കേൾപ്പാനിടയായി അവരെല്ലാം കർത്താവെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്നു കർത്താവെ. അങ്ങയുടെ പ്രിയാത്തവരായ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരട്ടെ. വൈവിധ്യം വേണ്ട കർത്താവെ ട്രാവൽ നിങ്ങളെ സഹായിച്ചാണ് ഞങ്ങളുടെ ഓരോ താമസിയെങ്കിൽ കർത്താവെ ഞങ്ങൾ അടുത്ത ദിവസം കടന്നുകൊണ്ടുവരുവേ. അവിടെ ഞങ്ങളെ കാക്കണം, പരിപാലിക്കണം. സകലമാനവും മഹത്വം അംഗീകരിച്ചു തരുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നവരുടെ സ്വർഗ്ഗപിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചിരുന്നവർ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കാവലും നാം ഏവരും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മധ്യാസനം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.